വിളവെടുപ്പിന് വേണ്ടിയിട്ട് പറിച്ചു നോക്കിയ ചെറിയ ചേമ്പാണിത്. ആ തായ് ചേമ്പ് വീണ്ടും തല മുറിച്ച് കളഞ്ഞ് നട്ടതായിരുന്നു. ഇപ്പോൾ നല്ലൊരു ഇല വന്നിട്ടുണ്ട്. ഇതിന് വിളവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനാകെ 2 തൈകളുണ്ടായിരുന്നു. ആ 2 തൈകളിൽ ഒന്ന് ആ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചു, വേറൊന്ന് വളരെ ചെറുതായിരുന്നു, വേറൊരു ചെടിച്ചട്ടിയിലേക്ക് നട്ടു. അപ്പോൾ ഈ തായ് ചേമ്പ് രണ്ടാമതും വളർന്നു വരുന്നുണ്ട്. ഇനി കിഴങ്ങുണ്ടാവുമെന്ന് അടുത്ത പ്രാവശ്യം അറിയാം. ഇത് അതുപോലെ വിളവെടുപ്പിന് ശേഷം ആ തായ് ചേമ്പ് അതിൻ്റെ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞ് കുറ്റിയാക്കിയിട്ട് ആ ബ്രൗൺ നിറത്തിൽ കാണുന്ന അത്രയും വലുപ്പത്തിൽ നട്ടതാണ്. ആ ബ്രൗൺ നിറത്തിലുള്ളതിൻ്റെ മുകളിലേക്ക് വന്നൊക്കെ പുതുതായിട്ട് വന്നതാണ്. നല്ലൊരു കൂമ്പ് വന്ന് വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തായ് ചേമ്പ് നട്ടതാണ്. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഈ തായ് ചേമ്പ് നട്ടാൽ നല്ല വളർച്ച ഉണ്ടാവും. പക്ഷേ 2 പ്രശ്നമാണ് പറയുന്നത്. ഒന്ന് വിളവ് കുറവായിരിക്കും, രണ്ടാമത് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും എന്നും പറയുന്നുണ്ട് വിളവിന്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പറഞ്ഞാൽ ശരിയാണ്, നല്ലോണം വലിയ വളർച്ച കാണുന്നുണ്ട്. ഇത് വിളവെടുത്തപ്പോൾ നല്ലോണം കിഴങ്ങുണ്ടായിരുന്നു. നല്ലോണം എന്ന് പറഞ്ഞാൽ 4 വലിയ കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ നട്ടിട്ടുണ്ട്, അതും കാണിച്ചു തരാം. കിഴങ്ങുകളിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ടാണ് നട്ടത്. പക്ഷേ എന്നാലും അത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളർച്ച കുറവാണ്. കണ്ടില്ലേ, മറ്റേ തായ് ചേമ്പിൻ്റെ ഇല വിടർന്ന് വരുന്നത് ഇതിൻ്റെ ഇല കണ്ട ഒരു ചെറുചേമ്പ് പോലെയല്ലേ തോന്നുന്നത്. ഇതിന് പറിച്ചെടുക്കുമ്പോൾ തന്നെ മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഉണ്ടായിരുന്നപ്പോൾ 3 കറി വെച്ചു, ഒരെണ്ണം രണ്ടാമത് നട്ടതാണ്. അന്ന് തായ് ചേമ്പ് നടണതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മുറ്റത്ത് കൊണ്ടിട്ടു, വേസ്റ്റിലിട്ടു. പിറ്റേ ദിവസമാണ് വായിച്ചു നോക്കിയപ്പോൾ വേണമെങ്കിൽ നട്ടു വെക്കാമെന്നൊരു തീരുമാനം വന്നപ്പോൾ അത് രണ്ടാമത് കൊണ്ടുപോയി നട്ടത്. ഇതിന് പറഞ്ഞ പോലെ തന്നെ വളർച്ചയായിട്ടില്ല. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല വളർച്ച വരുമായിരിക്കും. ഇത്തവണ പക്ഷേ അത് വേഗം മുളച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച വിത്ത് നട്ടിട്ടാണ് ചേമ്പ് ഉണ്ടാക്കിയത്. അന്ന് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് മുളച്ചു വന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. മുള വന്ന ചേമ്പ് ആയതുകൊണ്ടായിരിക്കാം ഇതിനാണ് എഴുതപ്പെട്ടിരിക്കുന്നതനുസരിച്ചിട്ട് കൂടുതൽ വിളവ് പ്രതീക്ഷിക്കേണ്ടത് മറ്റേതിനെക്കാട്ടും.